വാഴ്ത്തുകയും ചെയ്യുന്നു. നമ്മൾ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. Can you all hear me, Stephen? Okay. Chapter 11 എന്ന് പറയുന്നത് ഇതൊരു ഡെമോൺസ്ട്രേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ ഒരു പ്രദർശനമാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. Those of you who are studying with me Acts of the Apostles, this becomes a little more clear to you. അതായത് നമ്മൾ ഈ ഇതിനോട് കൺകറന്റ് ആയിട്ട് ഡെയിലി അപ്പോസ്റ്റൽ പ്രവൃത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു വരുന്ന ഏർലി ചർച്ച്, that small church began to grow. We saw 3,000 people got converted. So it's like 3,120 people. The church began to explode. സഭ ഇങ്ങനെ വളരാനായിട്ട് തുടങ്ങി. Most of the converts came from Judaism. അവർ ഈ യഹൂദ പാരമ്പര്യത്തിൽ നിന്നാണ് ആദ്യത്തെ വിശ്വാസികളായിട്ടുള്ളവരെല്ലാം കടന്നു വന്ന കാര്യം നമ്മൾ മറക്കരുത്. അങ്ങനെ അവർ വന്നുകൂടി. നമ്മൾ കുറെ കാലങ്ങൾ കഴിഞ്ഞു. ഒരു few years have passed. ഒരു 2-3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞു. Now, church is going through a difficult time, especially the Hebrew believers. ഈ യഹൂദ സഭ അല്ലെങ്കിൽ ഈ എബ്രായ സഭ ചെറിയ സംശയമൊക്കെ വരാൻ തുടങ്ങി. നമ്മളെപ്പോഴും, one of the reason I always take you back to this point is because I want you to understand what's the background of this letter. So the author felt an urgency to write this letter, just to encourage them. Don't go back. Don't go back. Stay back here, because this is the most, this is it. This is the truth. This is superior. In any way, this is superior. അങ്ങനെയെല്ലാം പറഞ്ഞു വന്ന് 10-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ വരുമ്പോൾ he's saying this is a life of faith. This is no more works. Sacrifice-ഉം യാഗവും ഒന്നും അല്ലത്. ഇത് വിശ്വാസത്തിന്റെ ജീവിതം. This is faith in the Lord Jesus. So this is a different walk that you are never familiar with. അപ്പൊ അങ്ങനെ ആ വിശ്വാസത്തിന്റെ വഴി ഇവരെ പഠിപ്പിക്കുക. This is something new to the Hebrew people. I want you to understand. New, I would not say relatively new എന്ന് വേണം പറയാം. അപ്പം ഈ വിശ്വാസ ജീവിതം എന്താണെന്നൊക്കെ അങ്ങോട്ട് കാര്യം, വിശ്വാസ ജീവിതത്തിന്റെ ടെസ്റ്റ് വരിക ഇവർക്ക്. They are experiencing the test and they cannot handle it. അവർക്ക് എന്തുകൊണ്ടോ പിടിച്ചേക്കാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് ഒരു ഭയങ്കര സീരീസ് ഓഫ് ആളുകളെ ഈ എബ്രായ ലേഖന കർത്താവ് കൂടെ നിരത്തിയ, he's presenting, he's actually parading in a sense a series of people right in front of their eyes. Look at these people. It's only because of faith they did all these things. And നമ്മൾ കണ്ടു, you just see a life of Abel taken, ഹിസ്റ്ററിയുടെ ആദ്യത്തെ കൊണ്ടുപോയി. Look at Abel. ആബേലിനെ നോക്ക്. That is faith worshiping. വിശ്വാസതലം ആരാധിക്കുകയായിരുന്നു. Now he has taken them to Enoch. Okay, ഹാനോക്കിനെ കൊണ്ടുപോയി. It is faith walking with God. And then നോഹയുടെ വിശ്വാസം കാണിച്ച it's faith working. നോഹയുടെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ we took quite a lot of time talking about Noah, different aspects about Noah. കഴിഞ്ഞ ആഴ്ചയിൽ I remember നമ്മൾ സംസാരിച്ചത് ഫെയ്ത്തിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചാണ്. വിശ്വാസത്തിൽ നോഹയ്ക്ക് വിശ്വാസത്തിന്റെ ഒരു അവകാശം ലഭിച്ചു. വിശ്വാസത്താൽ നീതിക്ക് അവകാശിയായി തീർന്നു. He became an heir of righteousness that is in keeping with faith. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളെ സംസാരിച്ചു തുടങ്ങിയ 2 തരത്തിലുള്ള നീതിയെ കുറിച്ചാണ് പറഞ്ഞു. ഒന്ന് ഒബ്ജക്റ്റീവ് റൈച്ചസ്നെസ്, അതുകൊണ്ട് സബ്ജക്റ്റീവ് റൈച്ചസ്നെസ്. ഈ ഒബ്ജക്റ്റീവ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമുക്ക് ലഭിക്കുന്ന നീതി. ആ നീതിയാണ് ദൈവസന്നിധിയിൽ നിൽപ്പാൻ നമ്മൾ യോഗ്യരായി തീർന്നത്. നമ്മുടെ അക്കൗണ്ടിലേക്ക് ദൈവം ട്രാൻസ്ഫർ ചെയ്ത യേശു ക്രിസ്തുവിന്റെ നീതി. ഓക്കെ, ആ നീതിയുടെ ബേസിസിലാണ് എനിക്ക് നിങ്ങൾക്കും ദൈവസന്നിധിയിൽ നിൽപ്പാൻ കഴിയുന്നത്. So all those things we talked about. അങ്ങനെ നീതി അനുഭവിച്ച നമ്മുടെ അകത്ത് നിന്ന് ഒരു നീതി ഉണ്ടാകാൻ തുടങ്ങിയ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ആളുകൾ. These are people who are
hunger and thirst after righteousness. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കാം, നീതിക്ക് വിശന്ന് ദാഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ആ അകത്തൊരു നീതി ഉണ്ടായി വരിക. There is a internal a subjective righteousness, ഒരു ആന്തരികമായിട്ടുള്ള ഒരു നീതി. അങ്ങനെ നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ അകത്ത് നീതി വളരാനായിട്ട് തുടങ്ങും. അപ്പം നോഹയെ പറ്റി ഇങ്ങനെയാണ് പറഞ്ഞത്, നോഹയുടെ പാരമ്പര്യം ജനസിസ് 6:9, നോഹയുടെ പാരമ്പര്യം, നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ, but he was righteous within, he was blameless and he walked with God. So he was righteous within. തന്റെ അകത്തൊരു റൈച്ചസ്നെസ് ഉണ്ടായിരുന്നു. ഇത് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ റൈച്ചസ്നെസ് അല്ല, പക്ഷെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ റൈച്ചസ്നെസ് കൊണ്ട് ഉണ്ടായ റിസൾട്ടാണ്. ദാറ്റ്സ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദൈവത്തിന്റെ നീതി ലഭിച്ചു, ഗുഡ്. പക്ഷെ അകത്ത്, നോഹയുടെ അകത്തൊരു നീതിമാൻ ഉണ്ടായി. ഓക്കെ, ദാറ്റ് ഈസ് സംതിങ് വി ഓൾ നീഡ് ഇറ്റ്. ദാറ്റ് ഈസ് സംതിങ് ദ വേൾഡ് നീഡ് ടു സീ വിത്തിൻ us. നമ്മളെ കണ്ടേച്ച് നീതിമാനായ ഒരു മനുഷ്യൻ എന്ന് പറയാൻ ഇടയായിത്തീരണം. She is righteous. നീതിയുള്ളൊരു സ്ത്രീയാണ്. റൈച്ചസ് മദർ, നീതിയുള്ളൊരു മാതാവ്. ആ നീതി നമ്മുടെ അകത്തുനിന്ന് കിളുക്കുന്ന ആ നീതി ലോകം കാണുവാനിടയായിട്ട് അങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്താൽ, then you see that's faith inheritance. Then you look at Noah's life, you would see faith salvation. വിശ്വാസത്താൽ നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പെട്ടകം പണിതു. So because of that faith, he was able to save his entire family. See, that's the salvation we are really talking about. Okay, എന്നിട്ട് നമ്മൾ പിന്നെ കാണുന്നുണ്ട്, my righteous one shall live by faith. So നോഹ മാത്രമല്ല, നമ്മളെ കുറിച്ച് എല്ലാം ദൈവം ആഗ്രഹിക്കുന്നത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. So we will go today to we'll turn to verse 8. Okay, 8ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് വരാം. Okay, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. യു കൻ ഫോളോ മീ ഇൻ യുവർ ബൈബിൾസ്. വേഴ്സ് 9, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്തിൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് അവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്ധിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ, വേഴ്സ് 13, ദൂരത്ത് നിന്ന് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പ്രദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോവാൻ ഇടയുണ്ടായിരുന്നല്ലോ. അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിച്ചില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. Okay, verse 8, even verse 8 all the way to 22, we are actually it's talking about the faith of Abraham and the patriarchs. Okay, അബ്രഹാമിന്റെയും മറ്റ് ആദ്യ പിതാക്കന്മാരുടെയും ഒരു ഭാഗമാണ് നമ്മൾ ഈ 8 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത്. Now, അബ്രഹാമിനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അബ്രഹാമിന്റെ വിശ്വാസത്താലുള്ള അനുസരണം ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് ശരിക്കും ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ, നോഹ എന്ന് പറയുന്നത് ഫെയ്ത്ത് വർക്കിംഗ് ആണെങ്കിൽ, ഹാബേൽ ഫെയ്ത്ത് വേർഷിപ്പിംഗ് ആണെങ്കിൽ, നമ്മൾ ഹാനോക്ക് ഫെയ്ത്ത് വാക്കിംഗ് ആണെങ്കിൽ, ഈ അബ്രഹാമിനെ പറ്റി പറയാൻ പറ്റുന്നത് ഫെയ്ത്ത് വെയിറ്റിംഗ്. വിശ്വാസം കാത്തിരിക്കുന്നു. സോ കാത്തിരിക്കുന്ന ഒരു ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഒരു ആസ്പെക്റ്റ് ആണ് ഇവിടെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. സോ ഈ അബ്രഹാം, ഈ എബ്രായർക്ക് it's a father of the Hebrew nation. Okay, സോ ഈ ഭാഗത്തെ ഈ സെക്ഷനിൽ നമ്മൾ ശ്രദ്ധിക്കാമെങ്കിൽ, ആ സെക്ഷന്റെ മൊത്തം ഒരു എംഫസിസ് എന്ന് പറയുന്നത് is on the promise of God
and his plan for the nation of Israel. So ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ പ്ലാനും നമ്മൾ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. Look at verse 11. വിശ്വാസ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എണ്ണുകയാൽ പ്രായം. So again you would see the whole concept of promise coming there. Now look at verse 13. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കും. Again the word promise there in verse 13. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുന്ന സമയത്തും വിശ്വാസൽ അബ്രഹാം ഇസഹാക്കിന് യാഗമർപ്പിക്കുന്നു. Just an act of faith. So the whole sacrifice is also a plan of God. ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണുന്നു. നമുക്കറിയാം ഈ ഇസ്രായേൽ നേഷന്റെ ആരംഭം എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ കോൾ ഓഫ് ഏബ്രഹാം. അബ്രഹാമിന്റെ വിളിയോടുകൂടിയാണല്ലോ ഇസ്രായേൽ രാഷ്ട്രം ആരംഭിക്കുന്നത്. God promised Abraham and Sarah a son. നിങ്ങൾക്കൊരു മകനെ ദൈവം നൽകുമെന്ന് പറഞ്ഞു. But they had to wait almost like 25 years for the fulfillment of the promise. 25 വർഷങ്ങൾ, നീണ്ട 25 വർഷങ്ങൾ അവർ കാത്തിരിക്കേണ്ടി വന്നു. Okay? Their son Isaac became the father of Jacob and Esau. So യാക്കോബും യേശാവിന്റെയും പിതാവായി അവരുടെ മകൻ ഇസഹാക്കിനെ നമ്മൾ ചരിത്രത്തെ കാണുന്നുണ്ട്. ആൻഡ് ആ യാക്കോബിൽ നിന്നാണ് ഇത്, അല്ലെങ്കിൽ യാക്കോബാണ്, ഇറ്റ് ഈസ് ജേക്കബ് ഹു ബിൽറ്റ് the nation through the birth of 12 of his sons. So തന്റെ 12 മക്കളിൽ കൂടെ ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെടുകയാണ്, 12 ഗോത്രങ്ങളായിട്ട്. സോ യാക്കോബിൽ നിന്ന് you would see നിന്റെ പേര് ഇനി ഇസ്രായേൽ എന്നാകും എന്ന് ദൈവം പറയുന്നുണ്ട്. Then his 12 sons become the pillars or the leaders of 12 tribes of Israel. And then going further, you would see Joseph. He saved the nation, in the land of Egypt. And then Moses would later deliver the people from Egypt. So you see all these people, how they are so much involved in the plan of God. So true faith waits for the promise of God. ഇവിടാണ് ഈ വിശ്വാസികളോട് ഈ എബ്രായ ലേഖനത്തിന്റെ ഓഥർ പറയുന്നത്, ട്രൂ ഫെയ്ത്ത് ഓൾവേസ് വെയിറ്റ്. Fulfillment of God's promise is in God's time. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ നിവൃത്തി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയത്താണ്. ശരിയായ വിശ്വാസം വാഗ്ദത്തങ്ങൾക്ക്, ദൈവിക വാഗ്ദത്തങ്ങൾക്ക് വേണ്ടിയും ദൈവത്തിന്റെ സമയത്ത് ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണത്തിനായിട്ടും കാത്തിരിക്കും. അതാണ് അവരോട് പറയുന്നത്. നിനക്ക് ശരിയായ വിശ്വാസമാണോ? ആ ട്രൂ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് വെയിറ്റ്സ് ഫോർ ദി promises, fulfillment of the promises of God. It waits for God's plan, and it also waits for God's timing. This is also a key thing: God's timing and God's plan, God's promises. God is in control of all these things. God is in control of the promise. God is in control of the plans. God is in control of the timing. So samayam, plan, വാഗ്ദത്തം, ഇതിന്റെ എല്ലാം നിയന്ത്രണം വാസ്തവത്തിൽ ദൈവമായതുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക. So one of the things that we can do, one of the things that Hebrew writer is actually telling, while we wait, we must also be obeying. അപ്പൊ നമ്മളൊരു കാര്യം ഓർക്കുന്നു, അബ്രഹാമിന്റെ ജീവിതം എടുത്തിട്ട് ഇവിടെ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ നിഷ്ക്രിയരായിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ല. You're not passively sitting. You are obeying while you are waiting. It's not just passive waiting. നേരെ സംഭവിക്കട്ടെ, ഞാനിങ്ങനെ ഇരിക്കാം, let me see what's going to happen. No, it is doing something as you're waiting. You're obeying God in spite of the fact that you haven't received it. നിങ്ങൾക്ക് കിട്ടിയില്ല, അത് കയ്യിലെത്തിയിട്ടില്ല. It is still in God's hand. Plan is with God. Timing is with God. I'm simply waiting, but my job is to obey as I'm waiting. I hope you understood it. Now,
ഈ 8 തൊട്ട് 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിക്ക് ദേശത്തേക്ക് യാത്രയായി വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വേഴ്സ് 9, വിശ്വാസത്തിൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശം എന്ന പോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തും കൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതായ നഗരത്തിനായി കാത്തിരുന്നു. So first thing you find there is actually he obeyed when he did not know where he was going. See, look at how faith is obeying. എബ്രായ വിശ്വാസികളോട് പറയാം, നമ്മുടെ ഗോത്രം, നമ്മുടെ look at the father of our nation. It is from Abraham. It is from the call that we all came. And look at the man of faith. How did he live? He lived by faith. Things were far off, but he was simply obeying. He obeyed when he did not know where he was going. എവിടേക്കാ പോകുന്നെന്ന് അറിയാൻ മേലാതെ ഇരിക്കുന്ന സമയത്തും ദൈവം പറഞ്ഞ കാര്യത്തിന് അനുസരിക്കുക. നമ്മളെന്തിനാ ഇതൊക്കെ പഠിക്കുന്നത്? Why are we learning all these things? Because we also need to learn lessons. Sometimes when God specifically speaks to you, sometimes you don't know where. Just get ready. When God asks you to move, God is showing movement. One of the things ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് പറഞ്ഞു കൊടുക്കുന്നു, one of the signs of life is movement. ജീവനുള്ളതിന്റെ ലക്ഷണത്തിന്റെ ഒരു കാര്യമാണ് ചലനം. So you are responding to an external stimuli or an internal stimuli. നമ്മുടെ അകത്തുനിന്നോ പുറത്തുനിന്നോ ഉള്ളൊരു പ്രചോദനത്തോട്, ഉദ്ദീപനത്തോട് നമ്മൾ പ്രതികരിക്കുക. അതാണ് ചലനം എന്ന് പറയുന്നത്. So God spoke to him and he said, I'm moving. I don't know where. എവിടെ പോകണമെന്ന് അറിയാം, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ യാത്ര. So faith is obeying when he does not know where it is going. That's faith. അറിയില്ല എവിടെ പോകുന്നു. He lived in tents because he was a stranger and a pilgrim in a world and had to be ready to wherever God spoke. So യാത്രയ്ക്ക് പോകുന്ന ആളായതുകൊണ്ട് അടുത്ത എൻ്റെ യാത്ര എങ്ങോട്ടാന്ന് എനിക്ക് അറിയത്തില്ല. When am I really moving? I don't know. So I'm not settled with the brick houses. ഞാനിവിടെ കോൺക്രീറ്റ് ഹൗസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട് അബ്രഹാമൻ പ്ലാൻ ചെയ്ത്. And part of the reason for that is because he was on a journey. ഒരു യാത്രയിലാണ്. ഈ യാത്രയിൽ നീ അടുത്ത എൻ്റെ കോള് വരുന്ന എപ്പോഴാന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ടെന്റിൽ കൂടാരങ്ങളിൽ പാർക്ക് ചെയ്യാൻ ഞാൻ. I'm staying in a tent. I'm a pilgrim. See, ആ pilgrim mindset എൻ്റെ അകത്ത് എപ്പോഴും ഉണ്ടായിരുന്നു. So Christians today, we are pilgrims and strangers. പത്രോസ് തന്നെ പറയുന്നുണ്ടല്ലോ, we are pilgrims and strangers. നമ്മൾ പരദേശികളാണ് ഇവിടെ, നമ്മൾ തീർത്ഥാടകരാണ്. We are on a journey. So Abraham had his eyes on a city, okay, in the future tense. He saw, a city, and he lived in that future tense. ശരിക്കും നമുക്കിവിടെ പറയാം, കാരണം അവിടെയാണ് തൻ്റെ കണ്ണ് മുഴുവൻ. But he was still going through. But he lived in tents all the time. നമ്മൾ ഈ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. There is a festival called Festival of the Booths. കൂടാര പെരുന്നാൾ. It is just reminding about their journey through the wilderness. They were living in tents. അവർ കൂടാരങ്ങൾ അടിച്ച് ഇങ്ങനെ പാളയം അടിച്ച് ഇങ്ങനെ. Can you imagine? ഞങ്ങൾ ഈ വീട്ടില് we were reading the book of Numbers in the morning devotion. വായിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ സ്റ്റോപ്പ് ചെയ്ത സ്ഥലങ്ങളുടെ ഒരു ലിസ്റ്റ് കണ്ടോ. ഇന്നടത്ത് ക്യാമ്പ് ചെയ്യാതെ so many places. I was just imagining this 2 million people, 2 or 3 million people through the wilderness. ഈ മരുഭൂമിയിൽ കൂടെ ഈ 10-30 ലക്ഷം ആളുകൾ, അല്ലെങ്കിൽ മിനിമം 20 ലക്ഷം ആളുകളിലുണ്ട്. ഈ 2 to 3 million ആളുകൾ ഈ മരുഭൂമിയിൽ കൂടെ ഇങ്ങനെ. It's not easy, that movie എന്ന് പറയുന്നത്. But they always lived in tents. എപ്പോഴാണ് മേഘം പൊങ്ങുന്നതെന്ന് അറിയത്തില്ല. When the cloud moves, it's time for the departure. അപ്പൊ നമ്മളെ കൂടെ പറയാം, മേഘം പൊങ്ങിക്കാണുന്നേ നിത്യകൂടാരത്തിൽ ചേരാറായി. നമ്മള് one of the things that we need to look here is actually, ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വീടുകളൊക്കെ ഒരു ടെന്റായിട്ട് മാത്രമേ കാണാവുള്ളൂ. I'm not talking about the literal tent,
We are not called to live in a literal tent. ഈ ചൂടുള്ള ഈ സ്ഥലത്ത് ടെൻ്റൊക്കെ അടിച്ചാൽ that's not the way we should think about it. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ പിൽഗ്രിംസ് ആയിരിക്കണം. Never think of this as a permanent place. Never think of this earth as my home. Jim Reisന്റെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടുള്ളൂ, this world is not my home. I'm just passing through. My treasures are laid up somewhere beyond the blue. എൻ്റെ വീട് ഇവിടെ അല്ല, നീലാകാശങ്ങൾക്കപ്പുറയാണ് എൻ്റെ വീട്. I'm a pilgrim. ഞാനൊരു പരദേശി മോക്ഷയാത്രക്കാരനാണ്. John Bunyanന്റെ Pilgrim's Progress, very famous. If you have not read it, please read it. And I think there are movie type available on the, you can watch, get an idea. How beautifully he puts that. നമുക്കറിയാം, അദ്ദേഹം ബെഡ്ഫോർഡ് പ്രസനിൽ കിടക്കുന്ന സമയത്ത് എഴുതിയതാ ഇത്. It's an allegory, Christian allegory. How he talks about this pilgrim, make മോക്ഷപുരിയിലേക്ക് യാത്ര പോകുന്ന ഈ pilgrim. These are some of the books that we need to read. നിങ്ങൾ ഇതുവരെയായിട്ട് അത് വായിച്ചിട്ടില്ലെങ്കിൽ, you must finish reading that book. It's interesting. It brings out concepts that will touch our hearts. നമ്മളെ ഈ വഴിയിൽ നിന്ന് തെറ്റിക്കാനായിട്ട്, ഈ കോഴ്സിൽ നിന്ന് മാറ്റാൻ മായച്ചന്തയിൽ കൂടെ പോകുന്നു. We are going to Vanity Fair. There's so many areas. The only worry, they just wanted to take you shouldn't reach the other side. That's what enemy is really trying. പിശാച് എപ്പോഴും നോക്കുന്നത് നമ്മൾ അപ്പുറേ ചെല്ലരുത്. അതുകൊണ്ട് നമ്മളോട് പറയാം, ഇവിടേക്കാണ് വലിയ കാര്യങ്ങൾ, ഭൂമിയിലെ കാര്യങ്ങൾ, ഉപദേശം അങ്ങനെയൊക്കെ പ്രസംഗിക്കും. പക്ഷെ നിങ്ങൾ അതിന് വലിയ വിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ എങ്ങനെയും രക്ഷപ്പെടും, കാശില്ല, ഇവിടെ ഒരു ഗുണവും ഇല്ല. നമുക്ക് എവിടെയും 10 പൈസ ഉണ്ടാക്കി ഇവിടെ ജീവിക്കണം. സോറി, ഇവിടെ എൻജോയ് ചെയ്തോണം കേട്ടോ. ദിസ് ഈസ് വെർ യു നീഡ് ടു എൻജോയ്. I'm just telling you that. No, look beyond. Look beyond. We are pilgrims on a journey. ആ pilgrim mentality നമുക്ക് ഒരിക്കലും മാറരുത് കേട്ടോ. I'm a pilgrim on a journey. Yes, നമുക്ക് വീട് വേണം, നമുക്ക് പിള്ളേർക്ക് താമസിക്കാൻ ബെഡ്റൂംസ് വേണം, നമുക്ക് we all need a reliable transportation, നമുക്ക് എല്ലാ ആവശ്യങ്ങളാണ്. But don't put too much into that. നമ്മുടെ മനസ്സ് അതിനകത്ത് ഇടരുത്. That's not work. Looking forward to that city with foundations. അവിടെ പോകണമെങ്കിൽ നിങ്ങൾ ആ സിറ്റിയിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ you have to do. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണല്ലോ, if you don't check in your bag here, you cannot pick your bag at the next destination. You cannot simply go and pick up a bag that you like and go. ഇഷ്ടമുള്ള ഒരു ബാഗ് എടുത്തോണ്ട് പോകാനൊക്കത്തില്ല. No, it needs to have your name tag on it. So ഇപ്പൊ നമുക്ക് ആ പിൽഗ്രിം മെന്റാലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. we think of it as a waste. We think of it as, man, I should be spending this money. I should be spending. എൻ്റെ പിള്ളേർക്ക് കൊടുക്കാനുള്ള പൈസ ഇതൊക്കെ. This is all should be giving to my children. എൻ്റെ ജനറേഷനിൽ വെച്ചിരിക്കുന്ന ഇതെല്ലാം. I cannot give this to God. I cannot spend this on it. I'm just saying, God doesn't need a dime of yours. നിങ്ങളുടെ ഒരു പൈസ പോലും കർത്താവിന് വേണ്ട. Question is, do you have anything stored up for eternity? Do you have currency that you can use in eternity? നിങ്ങൾ അവിടേക്ക് പോകുന്നുണ്ടല്ലോ, അവിടേക്ക് എന്ത് ട്രഷറുമായിട്ടാണ് പോകുന്നത്? ഈ ഭൂമിയിലെ ഒരു സാധനവും കൊണ്ടുപോകാനൊക്കത്തില്ല. You have to convert this. Store, അതുകൊണ്ട് വേദവസം പറഞ്ഞു തരാണ്, store up for you treasures in heaven. Why do I need to store up treasure in heaven? You would need it. You would truly need it. സ്വർഗത്തിൽ ചെന്നേച്ച്, I really wish somebody told me this. നിങ്ങൾ ആരും എന്നോട് പറയത്തില്ല. നിങ്ങൾ ആരോട് പറയും, കർത്താവ് ഞങ്ങളോട് ആരും ഇത് പഠിപ്പിച്ചില്ലോ, ആരും ഞങ്ങളോട് പറഞ്ഞില്ല. കർത്താവ് ഈ ദിവസം, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ദിവസത്തെ ഈ ടേപ്പ്, ഈ വെനസ്ഡേ നൈറ്റിലെ ടേപ്പ് എടുത്ത് പ്ലേ ചെയ്ത് പറയും, കേട്ടോ ആ ദേവദാസൻ പറഞ്ഞ നീ കേട്ടോ? ഞാൻ കേട്ടായിരുന്നു കർത്താവ്, പക്ഷെ ഞാൻ അത്ര ഗൗരവമായിട്ട് എടുത്തില്ലത്. കേട്ടവരുടെ കാര്യമാണ്. ഇനി കേൾക്കാത്ത ഒത്തിരി പേരുണ്ട്. വെനസ്ഡേ നൈറ്റിൽ ഫ്രീ ആണെങ്കിലും കേൾക്കാത്തവരുണ്ട്. അവര് സാധാരണ കേറാറില്ലാത്ത ആളുകളാണ്. ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പാർട്ട്. പിന്നെ ചിലപ്പോൾ ഞാൻ സൺഡേയിലും പറഞ്ഞതൊക്കെ ഇരിക്കും. But think about this. My job is to tell you to live with that kingdom mentality, about eternity, about that pilgrim mindset.
ഇവിടെ സെറ്റിൽ ആകരുത്. not talking about US, I'm talking about ഈ വേൾഡ്, ഈ ലോകം. അതുകൊണ്ടാണ് പറഞ്ഞ് നമ്മൾ set your eyes on things above. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. Okay. So he didn't know where he was going, but faith obeyed. Okay. So he obeyed. അടുത്ത 14ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, he also obeyed when he did not know how God's will would be accomplished. ഈ ദൈവത്തിന്റെ ഹിതം എങ്ങനെ പൂർത്തീകരിക്കപ്പെടും എന്ന് അറിയാതിരുന്നപ്പോഴും ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. That's what we should be doing when we are waiting. One, obey him. Obey him when you do not know where the Lord is leading you. Where the Lord is leading you. You have no idea how God is going to lead you. Because that's when you know exactly where he's going. Sometimes God has suspense. It's something suspense. You don't know. He doesn't give you. He said, trust me. Trust me. And then trust me. Do you want my plan or your plan? Oh God, your plan. Then you trust me. And then so ഇവിടെ വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണ്ണുപോലെയും സന്ധി ജനിച്ചു. Listen. And by faith even Sarah, who was past childbearing age, was enabled to bear children because she considered him faithful who had made the promise. എന്തുകൊണ്ടാണ് പുത്രോത്പാദനത്തിലുള്ള ശക്തി സാറായ്ക്ക് ലഭിച്ചത്? Reason is actually പ്രോമിസ് ചെയ്ത ദൈവം അത് ഫുൾഫിൽ ചെയ്യുവാൻ വിശ്വസ്തനാണ് എന്ന് വിശ്വസിച്ചു. എന്റെ ശരീരം ക്ഷീണമായി, എന്റെ ശരീരം നിർജ്ജീവമായി. And humanly speaking, it is impossible for me to have a child. I passed the childbearing age. But I know the one who made the promise is faithful and he is capable. എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനുമാണ്. ആ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് പുത്രോത്പാദനത്തിലുള്ള ശക്തി സാറ പ്രാപിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ഒരുവന് മൃതപ്പായന് തന്നെ, listen to that very, verse 1. And so from this one man, and as good as dead, as good as Abraham പറയാണ്, one man as good as dead. So that's the best, explanation. As good as dead. Came descendants from that one person dead, good as dead. Came descendants as numerous as the stars in the sky and as countless as the sand on seashore. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും എണ്ണിക്കൂടാത്ത സന്തതികൾ ജനിച്ചു. കാരണം ദൈവത്തിന്റെ പദ്ധതികൾ എങ്ങനെ നടക്കുമെന്ന് അറിയാതിരിക്കുന്ന സമയത്തും ദൈവത്തിൽ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്നറിയാതെ അനുസരിച്ചു. Obeyed when he didn't know where he was going, where God was leading. Both of them were too old to have children. Yet they believed that God would do a miracle. ഇതല്ലയോ റോമാലേഖനത്തിൽ പൗലോസ് എടുത്തിട്ട് he is explaining in chapter 4, 13 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. He's really speaking about developing that whole concept, but how they believe God. See, അവിശ്വാസം ചോദിക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ട്. Unbelief ask, how can this be? ഇതെങ്ങനെ സംഭവിക്കും? അല്ലെങ്കിൽ ഇത് എന്തെന്തിനാൽ ഞാൻ അറിയും? നമുക്കറിയാം സക്കറിയായോട് ദൂതൻ വന്ന് സംസാരിക്കുമ്പോൾ, this is another man who is almost dead. Body was good as dead. So the angel said, you're going to have a son. He said, how can this be? How can I know this is going to be true? ഇതെങ്ങനെ ഞാൻ എന്തൊന്നിനാൽ അറിയും? This is, you read in Luke chapter 1 verse 18 to 20. ആ ഭാഗത്താണ് ആ conversation.
In the same chapter, you would see faith asking angel a question. Okay, this is a faith ask question. How shall this be? And പുരുഷനെ അറിയാത്തത് കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കും? എന്തെന്നാൽ ഞാൻ അറിയും എന്ന് ചോദിക്കുന്നു അവിശ്വാസം. ഇതെങ്ങനെ സംഭവിക്കും? How shall this be? That's just Mary's answer to angel. മറിയ ദൂതനോട് മറുപടി പറയുന്നത് അതായിരുന്നു. So that is second thing you see. Abraham obeyed when he did not know how God's will would be accomplished. ദൈവത്തിന്റെ ഹിതം എങ്ങനെ പൂർത്തീകരിക്കപ്പെടുമെന്ന് അറിയാതിരുന്നപ്പോഴും ദൈവത്തെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതിരുന്നപ്പോഴും അനുസരിച്ചു. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, Abraham believed and obeyed when he did not know when God would fulfill his promise. അടുത്തത് മറ്റേത് ദൈവം എങ്ങനെ ചെയ്യും എന്നറിയാൻ വയ്യാത്തപ്പോഴും അനുസരിച്ചു. ഇനി എപ്പോൾ ചെയ്യുമെന്ന് അറിയാതെ. നെക്സ്റ്റ് വൺ ഇസ് ദ ടൈമിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. ദി അതർ വൺ ഇസ് ഹൗ പാർട്ട് ഓഫ് ഇറ്റ്. ഹൗ, എങ്ങനെ. ദിസ് ഈസ് ടൈമിംഗ്. എപ്പോഴാണ് ഈ വാഗ്ദത്തത്തിന് നിവൃത്തി ഉണ്ടാകാൻ പോകുന്നത് എന്നറിയത്തില്ല. He didn't know when this would be fulfilled. But he obeyed God. ദൈവഹിതം എപ്പോൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് അറിയാതിരുന്നപ്പോഴും ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ഒരു അബ്രഹാമിനെ നമ്മളിവിടെ കാണുന്നുണ്ട്. Now, verse 13 through 16 is interesting. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നല്ലോ. All these people were still living by faith when they died. They did not receive the things promised. They only saw them and welcomed them from a distance, admitting that they were foreigners and strangers on earth. People who say such things show that they were looking for a country of their own. If they had been thinking of a country they had left, they would have had opportunity to return. Instead, they were looking for a better country, a heavenly one. Therefore, God is not ashamed to be called their God, for God has prepared a city for them. Beautiful, beautiful way to put it. See, ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. ഈ പിതാക്കന്മാരിൽ ആരും, none of the patriarchs, they saw the fulfillment of God's promise, but they saw it from afar of what God was doing. ഇവരോട് പറയുക, people of God, people of Hebrew people, Christian church, ഈ കൊച്ചു സഭയെ അവരോട് പറയാം, എൻ്റെ മക്കളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം. നമ്മുടെ ഈ പിതാക്കന്മാരാരും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. They had a promise, but they never saw the realization of the promise. അവർക്കാർക്കും വാഗ്ദത്തം, ദൈവം കൊടുത്ത വാഗ്ദത്തം, അതിന്റെ ടോട്ടൽ ഫുൾഫിൽമെന്റ് അവരാരും കണ്ടില്ല. Well, Abraham saw a son being born, but that is not the real promise God made to Abraham. അബ്രഹാമിനോട് ദൈവം ചെയ്ത വലിയ പ്രോമിസ് എന്ന് പറഞ്ഞാൽ അതല്ല. And all these people saw it from afar, what God was doing. ദൂരവേ വിശ്വാസത്തിന്റെ കണ്ണുകളിൽ കൂടെ അവരിങ്ങനെ ദൂരവേ ആ പ്രോമിസ് ദൈവം എന്ത് ചെയ്യുന്നു എന്നവർ കണ്ടതേ ഉള്ളൂ. ഒരു പ്രീച്ചർ, ഒരു സ്കോട്ടിഷ് പ്രീച്ചർ, അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ജോർജ് മോറിസൺ. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. The important thing is not what we live in or where we live in or what we live in, but what we look for. നമ്മൾ എവിടാ എങ്ങനെ ജീവിക്കുന്നത് എന്നുള്ളതല്ല വിഷയം. നമ്മൾ എന്താണ് നോക്കി ദൂരവേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എവിടേക്കാ, നമ്മുടെ ദൃഷ്ടി എവിടേക്കാ. ഇറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മളെ കാണുമ്പോൾ, ഭൂമിയിൽ ആളുകൾ കാണുമ്പോൾ, നമ്മൾ ഇവിടെ ആണെങ്കിലും ആളുകൾ പറയണം, ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഗായ് ഈസ് ഹിയർ, ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ് സംതിങ് എൽസ്. അപ്പൊ ഇവരെ കുറിച്ച് ആക്ച്വലി ഈ പാട്രിയാർക്സിനെ കുറിച്ച്
പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, അവർ ഇവിടെ അല്ല. അവരെ കാണുന്നവർ ഒരു കാര്യം പറയും, they are strangers and aliens. ഇവരിവിടെ അല്ല കേട്ടോ. ഇവരുടെ ചിന്ത ഇവിടെ ഒന്നും അല്ല. They are, അവർ വേറെ ഏതോ ഒരു they are dancing to somebody's drumbeat. ഇവിടുത്തെ ഈ വാദ്യമേളത്തിനനുസരിച്ച് നൃത്തം ചവിട്ടുക. അവർ വേറെ ഏതോ അവരുടെ കാതുകളിൽ മുഴങ്ങുന്ന ഒരു വാദ്യമേളമുണ്ട്. There's a music in their ears, not from this world. They are dancing to that. Bible says these men and women lived in tents, but they knew a heavenly city awaited them. So അവരെ കാണുമ്പോൾ അറിയാം, ഈ ടെന്റിൽ പാർക്കുമ്പോഴും they were looking for it. See, one of the reasons why they lived in tent, because they were looking for a permanent structure. അവരൊരു സ്ഥിരമായൊരു, they said, ടെന്റ് താമസിക്കുന്ന ഒരു കാര്യം, it's not a permanent place. I live in a tent എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, this is not my home, this is a temporary tent. Tent always talks about the word temporary. They were all looking for a country. God always fulfills his promise to his believing people, either immediately or ultimately. നമുക്കറിയത്തില്ല ദൈവം എപ്പോഴും, ചിലപ്പം വിശ്വസിക്കുന്ന എൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഉടനടി ചില കാര്യങ്ങൾ ചെയ്തെന്നിരിക്കും. ചിലപ്പം ദൈവം ചില കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ താമസിച്ചായിരിക്കാം. See, the timing is in the hand of God. You don't know how God is going to do it. The next thing is, you don't know when God is going to do it. Our job is to obey him when you do not know when you do not know how. When you don't know the time, when you also don't know the process. Amen. Then you see Abraham obeyed God by faith when he did not know why God was so working. അടുത്ത വേറൊരു ഭാഗം എന്ന് പറയുന്നത്, ദൈവം എന്തുകൊണ്ടാണ് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് അറിയാതിരുന്നപ്പോഴും ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തു. He is so confused, he didn't know. I don't know why God is doing what he is doing. My job is to obey him. Okay. So how God is doing, എങ്ങനെയാണ് ദൈവം ചെയ്യാൻ പോകുന്നത് അറിയില്ല, but I'm going to obey. When he's going to do, I don't know, but I'm still going to obey him. Now, next thing has to do with, why God is working, why God is doing what he is doing. I don't know the answer, but you still obey. Now, 17ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്, എബ്രായ ലേഖനം 11:17 and 18. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് അരുളപ്പാട് ലഭിച്ച വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. Listen, by faith Abraham, when God tested him, offered Isaac as a sacrifice. He who had embraced the promise was about to sacrifice his own and one and only son, even though God had said to him, it is through Isaac that your offspring will be reckoned. Okay? Abraham reasoned that God could even raise the dead. And so, in a manner of speaking, he did receive Isaac back. Amen. ഇവിടെ അബ്രഹാം ഭയങ്കര കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് വരിക. The question that you and I would ask is, why would God want Abraham to sacrifice his son when it was God who gave him that son? നമ്മളാണ് ചോദിക്കുന്ന ചോദ്യം, ഇല്ലയോ? ദൈവമേ, എനിക്കൊരു കാര്യം തന്നേച്ച്, why are you asking me to give it back? Then why did you give it to me? I don't know, God. You gave me that job. Now you ask me to leave that job. You gave me a business, then you say, put it on the altar. You gave me this idea in my mind, and you asked me to put it on the back burner.
How is it going to be possible? If Isaac is dead, then where's the promise? What's the relevance of promise? ഞാൻ ഈ കാത്തിരുന്ന് 25 വർഷം കാത്തിരുന്ന് ലഭിച്ച ഈ പ്രോമിസ് എന്നോട് പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയുമാണ് എന്ന് പറഞ്ഞ് ആ പ്രോമിസ് മുഴുവൻ റാപ്പ് അറൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു മകനില്ല. It's on Isaac. All the promise is wrapped around. Now you're asking me to put the son on the altar and kill him, offer him as a sacrifice. I just don't know how you work. I would be asking such question. But Abraham didn't ask that question. Abraham didn't ask. ഞാൻ എന്റെ ചോദ്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അബ്രഹാം ചോദിച്ചിരുന്ന വേദോസം പറയുന്നത്. He knew that all this, he knew, I don't know how God works. But one thing I know, Abraham reasoned that God could raise the dead. So in a manner of speaking, he received back Isaac from death. അവിടെ പറഞ്ഞിരിക്കുകയാണ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനാണ്. അതെനിക്കറിയാം. That's all I believe. അടുത്ത പറഞ്ഞു വാക്തത്വം, നേരത്തെ നമ്മൾ കണ്ടു വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാണ്. I don't know how this is going to happen because we passed the age of childbearing. പ്രത്യുൽപാദനത്തിലുള്ള കഴിവെല്ലാം കഴിഞ്ഞു, ശരീരം നിർജ്ജീവമായി കഴിഞ്ഞു. How this promise is going to take shape, I don't know. But I know one thing, God is able. That's all it matters. I don't know the timing, but I trust him because he is able. I don't understand the why he asking you to put Isaac on the altar. ഇസഹാക്കിനെ യാഗപീഠത്തിൽ വെക്കാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എനിക്കറിയില്ല. But I just believe God is able to raise the dead people. മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവത്തിന് ശക്തി. Oh, I was just thinking, I was so ashamed of myself and my faith as I was studying this portion. ഞാൻ എന്റെ തന്നെ വിശ്വാസത്തിന്റെ കുറവോർത്ത് ഞാൻ ദൈവസന്നിധി ലജ്ജയോടുകൂടി ഇരിക്കുകയാണ്. കർത്താവ് എന്ത് ഫെയ്ത്താ എനിക്കുള്ളത്. നമ്മളിങ്ങനെ അബ്രഹാമിനെ പറ്റിയൊക്കെ പ്രസംഗിക്കുക. See, all of a future nation's promises wrapped in Isaac. ഒരു ഭാവി തലമുറ, ഒരു നേഷൻ, ഒരു ദേശത്തിന്റെ മുഴുവൻ ഭാവിയും ചുറ്റിയിരിക്കുന്ന ഈ ഒരൊറ്റ പൈതലില്ല, ഒറ്റ യൗവനക്കാരനില്ല. ആ യൗവനക്കാരനെ ദൈവം പറഞ്ഞു offer him as a sacrifice. See, test of faith becomes more difficult as we walk with God, yet the rewards are more fulfilling and wonderful. നമുക്കറിയാം, test of faith is so difficult as we walk with God. നമ്മൾ ദൈവത്തോട് കൂടെ നടക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന പരീക്ഷകൾ ഭയങ്കരമാണ്. I'm just way too much, people of God. Way too much. എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തിൽ each one of you have gone through test of faith. പലതരത്തിലുള്ള വിശ്വാസത്തിന്റെ പരിശോധനകൾ നിങ്ങൾ എന്റെ ജീവിതത്തിൽ, as a family we have gone through so much of test of faith. So much of test of faith. And I there are times that we said, God, we don't understand. മനസ്സിലാക്കുന്നില്ല കർത്താവ്. Even today there are things that I don't understand. But I'm just simply trying to believe God is in control. God is in control. നമ്മുടെ ജീവിതത്തിലെ ഏത് വിഷയങ്ങളാണെങ്കിലും നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. And that God loves us. എനിക്കൊരു കാര്യം ജീവിതത്തിൽ മനസ്സിലായി. ഞാൻ കുറെ ചോദ്യം ചോദിച്ചിട്ട് ഒരു ഗുണം എനിക്കുണ്ടാകാൻ പോകുന്നില്ല. It is not in my hand. It is in the hand of my God. If I can just simply tell him, God, I trust you. Help me to trust you, God. ദൈവമേ, അങ്ങയെ വിശ്വസിക്കുവാൻ എനിക്കിടയാക്കണമേ എന്ന് നമുക്ക് പറയുന്നെങ്കിൽ കർത്താവ് സന്തോഷിക്കും. എനിക്ക് കുത്തിയിരുന്ന കർത്താവ്, just rewrite this for me right now, right this time. I just good language ഒക്കെ ആയിരിക്കും, അത് ഭയങ്കര പവർഫുൾ പ്രയർ ആയിട്ടൊക്കെ ആളുകൾ പറഞ്ഞേക്കാം. But when it comes to say, God, I love you, I trust you, God. It's so hard for me, but I still believe in you, Lord. I believe you're able, God. You're able. We must not forget
the obedient faith of Isaac. നമ്മൾ അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ ഒക്കെ അബ്രഹാമിന്റെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഈ ജനസിസ് 22 you ever thought about the young man? നിങ്ങൾ ഓർക്കണം, വിറക് പറക്കിക്കൊണ്ട് വിറകും ചുമന്നുകൊണ്ട് പോകാൻ കഴിവുള്ള ഒരു യൗവനക്കാരനാണ്. Just think about it for a moment. Isaac was born when Ismail was almost like 14 years of age. Just think about this young man today. He's a young person. Now, can he not run away from that place? Appa, aadavide, where is the lamb? God shall provide. ദൈവം കരുതിക്കൊള്ളും മോനെ എന്നൊക്കെ പറഞ്ഞ മേളിൽ ചെന്നേച്ച് യാഗവീടൊക്കെ ഉണ്ടാക്കി. They built the altar. എന്നുവെച്ച് അപ്പൻ മോന്റെ കണ്ണിലേക്ക് നോക്കി വെച്ച് പറഞ്ഞു. മോൻ ചോദിച്ചു, അപ്പാ, where is the lamb? തീയുണ്ടപ്പാ, നമ്മുടെ പാത്രത്തിനകത്ത് തീയുണ്ട്, കത്തിയുണ്ട്. The knife is with us, Dad, but where is the lamb? അബ്രഹാം മകനോട് പറഞ്ഞു, Isaac, you are the lamb. God asked me to sacrifice you on this altar. I was just thinking, if my father were to take me to a place like that and tell me, son, God asked me to sacrifice you here. ദൈവം എന്നോട് പറഞ്ഞു, നിന്നെ ഇവിടെ കുരുതി കഴിക്കണം, നിന്നെ ഇവിടെ യാഗം കഴിക്കണം. And imagine my dad may be stronger than me, and then he probably has a knife in his hand. I will run away. I will run. You see me just running through ആ മലയുടെ ഇടയിൽ കൂടെ ഓടുന്നത് നിങ്ങൾ എന്നെ കാണും. Until you see me no more. Think about this young man, Isaac. His father told him, son, you are the sacrifice. Oh. അവൻ വിറകിലോട്ട് കയറി കിടന്നേച്ച് കൈകളെ വിരിച്ചു, കൈയും കാലും അപ്പം കെട്ടി, കൈകളെ കെട്ടി ഇങ്ങനെ കിടത്തുക. Just thinking about the faith of Isaac, the obedient faith of Isaac. അപ്പന്റെ ഭയങ്കര ഇമ്പാക്ട് ഈ മകൻ ഉണ്ടായി കാണും. Just think about this man, how that is transferred to his son. Abraham, Isaac, Jacob. അടുത്ത വന്ന് you see Joseph. You see 4 generations of faith. അതുകൊണ്ട് തന്നെയല്ലയോ ദൈവം പറഞ്ഞ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. There were compromises in the life of Isaac. There was shrewdness in the life of Jacob. യാക്കോബിന്റെ ജീവിതത്തിലും ഇസഹാക്കിന്റെ ജീവിതത്തിലും ചില പാളിച്ചകളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ദൈവം അതെല്ലാം മറക്കുക. അത് വെച്ച് ദൈവം പറഞ്ഞ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. He was not ashamed to be called their God. See, these men sometimes failed. Except in the case of Joseph, you don't read anything negative about him. Josephine പറ്റി പറഞ്ഞ നെഗറ്റീവ് ഒരു കാര്യങ്ങളില്ല. But Abraham, Isaac, and Jacob, they failed sometime in their life. But they basically, പക്ഷെ അടിസ്ഥാനപരമായിട്ട് അവർ വിശ്വാസവീരന്മാരായിരുന്നു. They were men of faith. They were not perfect, but they were devoted and trusted in the word of God. ദൈവത്തിന്റെ ആ വാക്കുകളിൽ അവർക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. നമുക്കറിയാം എവിടേക്ക് പോകണമെന്ന് ദൈവം വിളിച്ചാറ്. He didn't know where he was going, but he simply obeyed. Abraham obeyed.
He did not step out in faith going into a place of promised land. നമുക്കറിയാം ഈ പ്രോമിസ് ലാൻഡിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഹിസ് ഫെയ്ത്ത് വാസ് ലെസ് ദൻ പെർഫെക്റ്റ്. നമ്മൾ വിചാരിക്കുന്ന പോലെ പെർഫെക്റ്റ് ഫെയ്ത്ത് ഒന്നും ഇല്ലായിരുന്നു. കാര്യം ഈ യാത്രയിൽ തനി വന്ന വഴിക്കിടയ്ക്ക് ഒരിടത്ത് ഒരു ഇൻബിറ്റ്വീൻ പ്ലേസിൽ നിന്ന് ഹോൾഡ് ചെയ്യുന്നു. ഈ സ്റ്റേറ്റ് ഇൻ എ പ്ലേസ് കോൾ ഹാരാൻ. ഹാരാനിൽ വന്ന് താൻ പാർത്തു. അവിടെ പകുതിയായപ്പോൾ നിന്നു. പക്ഷെ അവിടെ വെച്ച് ദൈവത്തിന് പിന്നെ അബ്രഹാമിനോട് പറയേണ്ട, നോ യു മസ്റ്റ് മൂവ് ഓൺ. ഒരു പാർഷ്യൽ ഒബീഡിയൻസാ വാസ്തവത്തിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. He thought Haran is the place. So തേരഹിന്റെ മരണത്തോടുകൂടി then you would see him moving forward. He eventually obeyed God completely. ഹാരാനിൽ വന്ന് ചെറിയ പരിവരുക്കൊക്കെ ഉണ്ടായെങ്കിലും this kind of little shaky faith at that time. But he later fully obeyed God. പിന്നെ അവിടുന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല താന്. He was moving forward. Thousands of years later, God did not remember that delayed obedience in Haran, but he only saw faith. ദൈവം ഒരിക്കൽ പോലും ഹാരാനിൽ നീ എന്നെ കറക്കിയതല്ലേ അബ്രഹാമേ, അവിടെ വെച്ച് നിനക്ക് ദൈവം അതൊന്നും ഓർക്കുന്ന ദൈവമല്ല. നമ്മുടെ ഫെയിലിയേഴ്സ് അല്ല ഓർക്കുന്ന ദൈവം, നമ്മുടെ അനുസരണത്തെ ഓർക്കുന്ന ഒരു ദൈവമാണ്. ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞ ഞാൻ ഇസഹാക്കിന്റെ ദൈവം, ഐ ആം ദ ഗോഡ് ഓഫ് ഐസക്. ഇസഹാക്ക് യാഗപീഠത്തിൽ കയറി കിടക്കുമ്പോൾ തമ്പുരാൻ അവന് ഫുൾ മാർക്ക് കൊടുത്തു കഴിഞ്ഞു. ഫെയ്ത്ത് ഇൻ മീ. ഒരുപക്ഷെ അപ്പം പറഞ്ഞു, മോനെ നമ്മുടെ ദൈവത്തിന് മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിയും. ഞാൻ നിന്നെ വെട്ടിമുറിച്ചാലും എന്റെ ദൈവത്തിന് നിന്നെ ഉയർപ്പിക്കാൻ കഴിയും. Yes, Appa, kill me. അപ്പൻ കരം ഉയർത്തി മകനെ കുത്തുവാൻ എടുക്കുമ്പോൾ സ്വർഗം പറയാ, അബ്രഹാമേ ബാലന്റെ മേൽ കൈവെക്കരുത്. As far as Abraham is concerned, he offered his son. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാം മകനെ യാഗം കഴിച്ചു കഴിഞ്ഞു. സ്വർഗം, heaven wrote it down. Abraham offered Isaac. Praise God. Abraham offered Isaac. Heaven എഴുതി കഴിഞ്ഞു, സ്വർഗം എഴുതി. അതിന്റെ റിവാർഡ് അബ്രഹാമിന് കിട്ടും. തന്റെ മകനെ യാഗം അർപ്പിച്ചു. I just wanted to stop here. Just looking at the life of Abraham, നമുക്ക് ചോദിക്കുന്ന കാര്യം, are we obeying God by faith when we do not know why God is doing what he is doing? അതോ നമുക്കവിടെ ബുദ്ധിമുട്ടാണോ? Is it difficult for us at that point? I need to know why God is doing what he is doing. Listen to Abraham. Abraham നമ്മളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. Child, you're a pilgrim. Your God is sovereign. He called you, is a faithful God. Even when you do not know what he is planning, what he is preparing, simply obey him. Even if your son gets killed, God will raise him because he is able to raise him. അതുകൊണ്ട് നമ്മളോട് ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, Lord, I don't understand what you're doing. I need to know why you're doing what you're doing. ഒന്നും ചോദിക്കാതെ ആ ചോദ്യങ്ങളൊക്കെ മടക്കി തിരിച്ചങ്ങോട്ട് വെച്ചേച്ച് ഇന്ന് രാത്രി തിരിച്ച് നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുമോ? God, I trust you. I believe your plans are always for my good. I believe in you, Lord Jesus. Abraham obeyed God when he did not know when God would fulfill the promises. എപ്പോൾ ദൈവം ഇത് ചെയ്യുമെന്ന് എനിക്ക് അറിയാതിരുന്നപ്പോഴും, ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയും കലണ്ടറിലെ ഇനിയും പേജുകൾ ഇല്ലായിരിക്കും.
How many days, how many dates you have written down? How many days you said 3 months, 4 months, 6 months? Maybe somebody came and prophesied to you. Something's going to happen in the 12th month. 12th month കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. Year 3 കഴിഞ്ഞു. But God's timing is not our timings. God, I still obey you. ദൈവം ചില പ്രോമിസസ് നമ്മളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ just pray that Lord give me the faith to wait for your time. Abraham obeyed when he did not know God's will, when and how God's will will be accomplished. എങ്ങനെ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാക്കുമെന്ന് അറിയാൻ വയ്യാതിരുന്നപ്പോഴും, എന്റെ ശരീരം നിർജ്ജീവമായി പോയല്ലോ, സാറായുടെ ശരീരം നിർജ്ജീവമായി പോയല്ലോ, bodies are good as dead. How this is going to happen? Normally, that's what we would all think. Abraham obeyed. He said, that's not for me to think about. One who promised me is still capable. എന്നോട് ഉടമ്പടി പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. He obeyed when he did not know where he was going. എവിടേക്ക് പോകാന്ന് അറിയില്ല. ഇവിടെ എല്ലാം ഈ പറഞ്ഞ എല്ലാ സ്റ്റെപ്പിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു വേർഡ് ഉണ്ട് കേട്ടോ. ആ വേർഡിന്റെ പേരാണ് വെയിറ്റിംഗ്. വെയിറ്റിംഗ്, കാത്തിരിക്കുക. Faith, waiting is Abraham. I'll close here.